ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒത്തിരി നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയേ ഉള്ളൂ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നൊക്കെ ആലോചിച്ചത്, പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ തുടങ്ങും വർക്ക്, നേരെ വർക്കിന് പോവുക. വർക്ക് ഇന്നൊരു ദിവസം ഓഫായിട്ട്, ഇന്ന് ശരിക്കും ഇവിടെ ഫാമിലി ഡേ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. അപ്പോൾ ആ ഫാമിലി ഡേക്ക് ഓഫ് കിട്ടിയതാണ്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എന്നല്ല, അറിയായിരുന്നു, വേണേ ക്യാൻസലും ചെയ്യായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, പോകാമെന്ന് ഓർത്ത് ഇങ്ങ് വന്നു. ഷിഫ്റ്റ് കഴിഞ്ഞ് ഇപ്പോഴാണ് പുറത്തിറങ്ങിയത്. ഒന്നിനും ടൈം കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഇപ്പം നല്ല തണുപ്പുണ്ട്. ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇവിടെ എൻ്റെ സിറ്റി ഹാളിന് മുമ്പിൽ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു പരിപാടിയുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഈ ബിൽഡിംഗ് ആണ് നമ്മുടെ സിറ്റി ഹാളിൻ്റെ മുമ്പിൽ. ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ, നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ നോക്കാം. ഇവിടെ എല്ലാവരും സ്കേറ്റ് ചെയ്യാണ്, നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഞാൻ എന്തായാലും ചെയ്ത് നോക്കുന്നില്ല. ഇവിടെ ഞാൻ ഇപ്പോഴത്തെ തെന്നി വീണ് കഴിഞ്ഞാൽ അയ്യോ നല്ല അടിപൊളിയായിരിക്കും. പിള്ളേരൊക്കെ നല്ല ട്രെയിൻഡാണ്, നല്ല രസമില്ല കാണാൻ. ഒരു കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി നേരം ഞാൻ നോക്കി നിൽക്കുന്നില്ല കേട്ടോ. എനിക്കിവിടെ തണുപ്പുണ്ട് നല്ല. പിന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടി പ്ലാൻ ചെയ്യണം കൂട്ടുകാരൊക്കെ ആയിട്ട്. നോക്കട്ടെ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. പറ്റുവാണെങ്കിൽ ഞാൻ ഈ വ്ളോഗ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടുന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും കുറേ പേർക്കൊക്കെ ഷിഫ്റ്റ് ഉണ്ട്, കുറച്ച് പേര് ഫ്രീ ആയിട്ടുള്ളൂ. അവന്മാരൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. ടൈം കിട്ടുന്നില്ല, ആർക്കും ടൈമില്ല. അതാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഫ്രീ ടൈം എന്ന് പറയുന്നൊരു സംഭവമില്ല. എല്ലാവരും വർക്ക് കോളേജ്, ഉറക്കം, ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊരു പ്ലാൻ ഉണ്ട്, നോക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ കാഴ്ചയൊക്കെ കണ്ട് പുറത്തേക്ക് ഇങ്ങനെ നടന്നിറങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ വീടിനടുത്ത് ഞാൻ മുമ്പ് ഒരു പഴയൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ എടുത്തൊരു പാർക്കുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. റിവർ സൈഡ് പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് ആ പാർക്ക്. ഞാൻ നേരെ കയറേണ്ട വഴി കൂടെ ഒന്നും അല്ല കേട്ടോ കയറുന്നത്. ആ മെയിൻ എൻട്രൻസ് അതുവഴിയും അപ്പുറത്ത് വഴിയൊക്കെ കറങ്ങിയിട്ടാണ്. ഇവിടെ ഒരു വാട്ടർഫോളൊക്കെ പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ മൊത്തം മഞ്ഞായി ഫ്രീസായി കിടക്കുന്നതുകൊണ്ട് വെള്ളമൊന്നും ഒഴുകുന്നൊന്നുമില്ല. പിന്നെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒന്നും ആളൊന്നും ഇല്ല. ഞാൻ നോക്കുമ്പോൾ 1-2 കപ്പിൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എവിടേക്കോ ഇരിപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് ഇവിടെ ഒന്നും ആരും ഇല്ല. ഇവിടെ എല്ലാവർക്കും വന്നിരിക്കാം. ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ആരും വന്നിരിപ്പൊന്നുമില്ല, മൊത്തം മഞ്ഞാണിതാ, കണ്ടില്ലേ? അല്ല, ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല ഇന്ന്. പിന്നെ വലിയ തണുപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. സാധാരണ നല്ല തണുപ്പുണ്ടാവാറുള്ളതാണ്. ഇതുവഴി ഞാൻ മുകളിലേക്ക് ചുമ്മാ ഒന്ന് കയറി നോക്കാം. അവിടെ കുറച്ച് ഗൂസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്ന് ഫാമിലി ഡേ ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവുമോ എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് വലിയ തണുപ്പില്ല, അതാണ് ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം. ഈ മഞ്ഞ് ഉണ്ടെങ്കിലും ഒത്തിരി തണുപ്പൊന്നും തോന്നുന്നില്ല. തെന്നി എങ്ങും വീഴാണ്ടിരുന്നാൽ മതി കേട്ടോ. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാവേ. ഇത് ഗൾഫ് സിറ്റിയിൽ ആദ്യമായിട്ട് പണിത ഒരു വീടിൻ്റെ മോഡലാണ്. ഇപ്പോൾ ഗൾഫിൽ നല്ല പോപ്പുലേഷനും എല്ലാം ആയിട്ടുണ്ട്. ഇത് 1926 ആദ്യമായിട്ട് പണിത ഒരു വീടിൻ്റെ മോഡലാണ്. ഈ വീട് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. രസമില്ല, അവരൊരു കുഞ്ഞു വീടായിട്ട് അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അവിടെ ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കണ്ടിട്ട് ഒരു കപ്പിൾസിനെ നോക്കി പിടിച്ചുകൊണ്ട് പോകുന്നു. അവർ ഇവിടെ ഉള്ളവരെല്ലാം നല്ല ഫ്രണ്ട്ലി ആട്ടോ. പിന്നെ ഈ പാർക്കിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, അതുപോലെ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് അവിടെയുണ്ട്. ഫെസിലിറ്റീസൊക്കെ അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട്. നമുക്ക് വന്ന് ചില്ല് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല, അത് മാത്രമേ ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം എനിക്ക് തോന്നുന്നുള്ളൂ. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ആ സൈഡിലൂടെ ഒഴുകുന്നത് റിവറാണ്. അയ്യോ, ഞാൻ ഇഴുക്കലുണ്ട്. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തെന്നി വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു. വൈബൊക്കെയാണ്. നമുക്ക് കൂട്ടുകാർക്കും അല്ലെ കപ്പിൾസിനൊക്കെ വന്നിരുന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ തനിയെ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ അവന്മാർക്ക് എല്ലാവർക്കും വർക്കുണ്ട്. ദൂരെ ഒരു അണ്ണാൻ ഓടി കളിക്കുന്നുണ്ട്. ഇവിടുത്തെ ചില അണ്ണാനൊക്കെ നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് വരും കേട്ടോ. ഞാൻ ഒരിടയ്ക്ക് ബിഗ് ബാർഗനിലേക്ക് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ആ വഴിയിൽ 2 ചിക്മോങ്സ് ഉണ്ടായിരുന്നു. അതുങ്ങളൊക്കെ നല്ല കമ്പനിയായിരുന്നു. നമ്മുടെ കൈയുടെ വിളിച്ചു കഴിഞ്ഞാൽ കൈയുടെ അടുത്തൊക്കെ വന്ന് ഫുഡൊക്കെ എടുത്തിട്ട് പോകുമായിരുന്നു. അവിടെ വേറൊരെണ്ണ, അതിൻ്റെ പുറകിൽ ഒത്തിരി ഗൂസൊക്കെ വെള്ളത്തിലിരിപ്പുണ്ട്.
ഈ ഗൂസ് എല്ലാം കൂടെ പറന്നു പോകുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. മുകളിൽ നല്ലൊരു ഫോർമേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇതുങ്ങളെല്ലാം പറന്നു പോകുന്നത്. നല്ല രസമാണ് നമുക്കത് കണ്ടിരിക്കാൻ. അണ്ണാനിപ്പോൾ ഞാൻ ചെല്ലുന്നതനുസരിച്ചത് ഒറ്റ ഓട്ടം ഓടും ഇങ്ങോട്ടെങ്കിലും. 2 എണ്ണം ഉണ്ട്. ദൂരത്ത് പോയി എന്നെ നോക്കുക. ഹായ്. ഇതാ ഇവിടെ തൊട്ടടുത്ത് പറഞ്ഞ ഇരിപ്പുണ്ട്. അവൻ എന്നെ കണ്ടിട്ട് ഓടുന്നൊന്നുമില്ല. ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് ഇരുന്ന് നോക്കട്ടെ, പോവുമെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ തൊട്ടടുത്തായിട്ടാ. അതാ എൻ്റെ ഫീറ്റിൻ്റെ തൊട്ടടുത്തായി നിൽക്കുന്നത്. ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറി പോവാ. പിന്നെ അതാ ഇവിടെ റിവർ സൈഡിലായിട്ട് ഒത്തിരി ഡക്സും ഗൂസും ഒക്കെ ഇരിപ്പുണ്ട്. കുറച്ച് ഡക്സും ബാക്കി മൊത്തം കനേഡിയൻ ഗൂസും ആട്ടോ. എങ്ങനെയുണ്ട് ഈ സ്ഥലം? അയ്യോ, ഞാൻ വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു വെള്ളത്തിലേക്ക്. പിന്നെ ഞാനിപ്പോൾ അവിടുത്തെ നോൺ സ്ലിപ്പറി ഷൂ ആയിട്ടിട്ട് വന്നിട്ടുള്ളത്. വിൻ്റർ ബൂട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ഇനി തണുക്കുമായിരിക്കും. വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഉള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പട്ടിയായിട്ട് നടക്കാറിറങ്ങും. ഇവിടെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കൂടെ എല്ലാവർക്കും ഒരു പട്ടി ഉണ്ടാവും. അവരതിനെ സ്വന്തം മക്കളെ പോലെ തന്നെ വളർത്തുന്ന ഒരു പട്ടിയായിരിക്കും. അപ്പോൾ അതായിട്ട് ഇവിടെ എല്ലായിടത്തും നടന്ന് ചുറ്റിക്കറങ്ങി അവർ തിരിച്ചു പോകും. അവരുടെ എൻജോയ്മെൻറ്റ് ആണ്. ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെല്ലാം ഫെസിലിറ്റീസൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് വേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ ചുറ്റിനും മൊത്തം വെള്ളം മഞ്ഞല്ലേ. അപ്പോൾ വെയിൽ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട്, വെയിലിന് ചൂടൊന്നും ഇല്ല എന്നാലും പക്ഷേ നല്ല വെളിച്ചമാണ്, കണ്ണിലേക്ക് അടിച്ചു കയറും. അപ്പോൾ ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ, ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണിന് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചതിലേക്ക് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ഈ തണുപ്പത്തും നടക്കാൻ പറ്റാത്ത ആൾക്കാർ പോലും അവരുടെ എക്യുപ്മെൻസൊക്കെ ആയിട്ട് മഞ്ഞത്ത് പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. എല്ലാവരും ഇന്ന് മഞ്ഞ് പെയ്യുന്നില്ല, നല്ല സണ്ണി ആയിട്ടുള്ളൊരു ഡേ കിട്ടിയപ്പോൾ ഉടനെ പുറത്തേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ഇന്ന് ഫാമിലി ഡേ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ഒത്തിരി പേരൊക്കെ വന്നിട്ടുണ്ട് ഈ തണുപ്പത്തും. ഇവിടെ കുറച്ച് നേരം ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാമെന്ന് വെച്ചു. കുറച്ച് നേരം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ചുറ്റിനും നല്ല കാമായിട്ട്. ഇത്തിരി തണുപ്പുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല. ഞാൻ എന്താ കൈയൊക്കെ പുറത്തിട്ടിരിക്കുന്നുണ്ടല്ലേ. സാധാരണ കൈയൊന്നും പുറത്തിടാൻ പറ്റാത്ത തണുപ്പായിരിക്കും. കഴിഞ്ഞ വട്ടം നമ്മുടെ റിവർ സൈഡ് പാർക്കിൽ വന്ന വീഡിയോസ് നിങ്ങളെടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അന്നൊരു ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഈ ട്രാക്കിലൂടെ ഇങ്ങനെ കറങ്ങി അങ്ങ് പോവും. ഒരു രസമാണ്. പിള്ളേരെല്ലാവരും കൂടെ അതിലിരുന്ന് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഇപ്പം സ്നോ ആയതുകൊണ്ട് അവരതെല്ലാം ഒഴിവാക്കി വെച്ചേക്കുകയാണ്. ഇതുവഴി പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കൊക്കെ പോകാം. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടാ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് കുറച്ച് പ്ലാൻസൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ. പ്രേമയുഗം കാണാനായിട്ട് പോയാലോ എന്ന് ഇങ്ങനൊരു പ്ലാൻ ഇടുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അതിനൊന്ന് പോകണം. ഇവിടെ കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ട്. അവിടെ ഒരു കൊച്ചു പയ്യൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് മഞ്ഞിൽ ഓടി കളിച്ച് നടപ്പുണ്ടേ. രസമുണ്ട് കാണാൻ. നിങ്ങൾ പിന്നെ എൻ്റെ ഒരു വിൻറ്റേജ് കാർ ഷോ കണ്ടിട്ടുള്ളവർക്ക്, ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവുക. ഈ സെമിത്തേരിയിൽ മഞ്ഞൊക്കെ മൂടി കിടന്നിട്ട് വേറൊരു വൈബാണ്. അന്ന് വന്നപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ സ്പ്രിങ് ആയിരുന്നു. അന്ന് കണ്ടതുപോലെയല്ലേ, ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബാണ്. അതിൻ്റെ അകത്തൂടെ എനിക്ക് വേണേൽ കയറി പോരായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞിട്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇങ്ങനെ നടന്ന് അപ്പുറത്ത് ഇതിൻ്റെ എക്സിറ്റ് ഉണ്ട്, അതുവഴി ഇറങ്ങി വീട്ടിലേക്ക് പോകുമായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഓർത്തില്ല. പക്ഷേ കൊള്ളാം, രസമുണ്ട് കാണാൻ കേട്ടോ. ഇവിടാണ് എൻ്റെ വാൾമാർട്ട്. അവിടെ വർക്ക് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും നടന്നു പോകുന്ന വഴിയായിട്ടായിരുന്നു.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രായമായിട്ടുള്ളവരൊക്കെ പട്ടിയായിട്ട് നടക്കാറിറങ്ങുമെന്ന്. ഇത് അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു അമ്മച്ചിയാണ് കേട്ടോ, പട്ടിയായിട്ട് നടക്കാറിറങ്ങിയേക്കാം. ഞാൻ കണ്ടില്ല, എൻ്റെ പുറകിൽ വന്നിട്ട് ജസ്റ്റ് പാസ് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ സോറി, ഐ ഡിഡ്ന്റ് വാണ്ട് ടു സ്കെയർ യു എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആട്ടോ ഇവിടെ. ഞാനങ്ങനെ നടന്ന് എൻ്റെ വീട്ടിലേക്ക് എത്താറായി ഗൈസ്. അപ്പോൾ പിന്നീട് കറങ്ങാനൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഒരു ഷിഫ്റ്റ് കിട്ടി, അപ്പോൾ ഞാൻ വർക്കിന് പോയി കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലേക്ക് പോയി ഇനി നേരെ കിടന്നുറങ്ങണം. നാളെ അടിപൊളി ഒരു പരിപാടി ടൊറൻറ്റോയിൽ നടക്കുന്നുണ്ട്. അത് ഒന്ന് പോയി കാണണം. പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്യണം, നിങ്ങളെ കൂടെ കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ട്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.